നമസ്കാരം. കുപ്പായം കൂദാശയ്ക്ക് മാത്രമെന്ന് ഞങ്ങൾ പറയാൻ കാരണം ഇതാണ്. കന്യാസ്ത്രീയെ ഓടുന്ന ട്രെയിനിൽ നിന്ന് പിടിച്ചിറക്കി വിടുന്നു. ഇങ്ങനെ ഒരു വാർത്ത വരുമ്പോൾ ആർക്കാണെങ്കിലും ഒരു വിഷമമുണ്ടാകും. മാനസിക വൈകല്യമില്ലാത്തവർ ആണെങ്കിൽ സ്വാഭാവികമായിട്ടും വിഷമമുണ്ടാകും. എന്നാൽ അത് മതപരിവർത്തനം ആരോപിച്ചാണെങ്കിലോ അപ്പോൾ നമുക്ക് എന്തു തോന്നും? ഈ കൂലിക്കുപ്പായക്കാർ എന്തിനാണിങ്ങനെ ഈ മതപരിവർത്തനം നടത്താൻ ഇറങ്ങി പുറപ്പെടുന്നു എന്ന് തോന്നുമായിരിക്കും, അല്ലേ? എന്നാൽ ഒരു കാര്യം പറയട്ടെ, ആരെയും ഇങ്ങനെ ആക്രമിക്കുവാനോ തല്ലിച്ചതയ്ക്കുവാനോ പാടില്ല. അത് അനീതിയാണ്. അതിനെതിരെ ശബ്ദം ഉയരേണ്ടതുമാണ്. ഞാൻ ഈ പറയാൻ പോകുന്നത് നടക്കുന്നത് അങ്ങ് വടക്കേ ഇന്ത്യയിൽ BJP ഭരിക്കുന്ന ഒഡീഷയിൽ ട്രെയിനിൽ യാത്ര ചെയ്യുകയായിരുന്ന കന്യാസ്ത്രീയെയും ഒപ്പമുണ്ടായിരുന്ന 3 പെൺകുട്ടികളെയും മതപരിവർത്തനം ആരോപിച്ചുകൊണ്ട് ഒരു സംഘം ബജ്രംഗ് ദൾ പ്രവർത്തകർ ട്രെയിനിൽ നിന്ന് പിടിച്ചിറക്കി ആക്രമിക്കുന്നു. പോലീസ് സാന്നിധ്യത്തിൽ ക്രൂരമായ മാനസിക പീഡനത്തിനാണ് ഇവർ ഇരയായത്. മെയ് 31 പാതിരാത്രിയിലാണ് സംഭവം നടക്കുന്നത്. മനുഷ്യാവകാശ പ്രവർത്തകരുടെ ഇടപെടലിനെ തുടർന്നാണ് ഇവരെ പിന്നെ വിട്ടയച്ചത് പോലും. കഴിഞ്ഞ ദിവസമാണ് 2 മലയാളി വൈദികരെ ഒഡീഷയിൽ ഹിന്ദുത്വ പ്രവർത്തകർ തല്ലിച്ചതയ്ക്കുന്നതും. ക്രൈസ്തവ വേട്ട തുടർക്കഥയായിട്ടും ഒഡീഷയിലെ BJP ഭരണകൂടം അക്രമികൾക്കെതിരെ യാതൊരു നടപടിയും സ്വീകരിക്കുന്നില്ല എന്നുള്ളതാണ്. ഒഡീഷയിലെ ബഹ്റാംപൂർ രൂപതയുടെ കീഴിൽ പ്രവർത്തിക്കുന്ന ഹോളി ഫാമിലി സന്യാസിനി സമൂഹത്തിൽപ്പെട്ട 29-കാരിയായ കന്യാസ്ത്രീ രചന നായിക്കാണ് പൊതുമധ്യത്തിൽ വെച്ച് അത്യന്തം ഹീനമായ അധിക്ഷേപം നേരിടേണ്ടി വന്നത്. ബഹ്റാംപൂരിൽ നിന്ന് കഴിഞ്ഞ ശനിയാഴ്ച, അതായത് മെയ് 31 രാത്രി ജാർസാഗുഡിയിലേക്ക് റൂർക്കല രാജധാനി എക്സ്പ്രസിൽ ട്രെയിനിൽ യാത്ര ചെയ്യുമ്പോഴായിരുന്നു ഒരു സംഘം ഈ ബജ്രംഗ് ദൾ പ്രവർത്തകരുടെ ശ്രദ്ധയിൽ സഭാവസ്ത്രം ധരിച്ചിരിക്കുന്ന കന്യാസ്ത്രീയെയും 3 പെൺകുട്ടികളെയും കാണുന്നത്. ഇവർക്കൊപ്പം കന്യാസ്ത്രീയുടെ പ്രായപൂർത്തിയാകാത്ത ഇളയ സഹോദരൻ കൂടി ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. ബഹ്റാംപൂരിലെ സഭയുടെ സ്ഥാപനത്തിൽ അവധിക്കാല ക്ലാസുകളിൽ പങ്കെടുത്ത ശേഷം ഇവർ മടങ്ങുകയായിരുന്നു എന്നാണ് പറയപ്പെടുന്നത്. ട്രെയിനിൽ വെച്ച് ഇവരെ കണ്ട ബജ്രംഗ് ദൾ പ്രവർത്തകർ വളഞ്ഞു വെച്ച് ചോദ്യം ചെയ്യാൻ ഒരുങ്ങുകയും ഒപ്പം തന്നെ ഭീഷണിപ്പെടുത്തുകയും ചെയ്തു. അതിനുശേഷം ബലമായി രാത്രി 11 മണിക്ക് ഖോർദ സ്റ്റേഷനിൽ, റെയിൽവേ സ്റ്റേഷനിൽ പിടിച്ചിറക്കി കുട്ടിക്കടത്ത് നടത്തുന്നതിന് പുറമെ മതപരിവർത്തനം നടത്തുകയാണ് എന്നും ആരോപിച്ച് ഇവർക്ക് നേരെ ആക്രോശിച്ചു. ഖോർദ സ്റ്റേഷനിൽ ഭീകരാന്തരീക്ഷം സൃഷ്ടിക്കുക വരെ ചെയ്തു ഈ ബജ്രംഗ് ദൾ പ്രവർത്തകർ. പ്രായപൂർത്തിയായെന്ന് തെളിയിക്കുന്ന 3 പെൺകുട്ടികളുടെയും ആധാർ രേഖകൾ കാണിച്ചിട്ടും കുട്ടിക്കടത്താണ് എന്ന് പറഞ്ഞ് ബഹളം കൂട്ടി സ്റ്റേഷനിലെ റെയിൽവേ ജീവനക്കാരുടെയും റെയിൽവേ പോലീസിന്റെയും സാന്നിധ്യത്തിലായിരുന്നു പാതിരാത്രിയിലെ പരസ്യ വിചാരണയും അധിക്ഷേപവും നടന്നത്. കന്യാസ്ത്രീ അടക്കം 5 പേരെയും റെയിൽവേ സംരക്ഷണ സേനയുടെ ഓഫീസിൽ എത്തിച്ചിട്ടും ബജ്രംഗ് ദൾ പ്രവർത്തകരുടെ ഭീഷണി തുടർന്നുകൊണ്ടേയിരുന്നു എന്നുള്ളതാണ്. ജനിച്ച കാലം മുതൽ ഞങ്ങൾ കത്തോലിക്ക സഭാവിശ്വാസികളാണ് എന്ന് പറഞ്ഞിട്ടും അതൊന്നും വിശ്വസിക്കുവാനോ രേഖകൾ പരിശോധിക്കുവാനോ പോലീസും തയ്യാറായില്ല. അർദ്ധരാത്രിയിൽ സ്റ്റേഷനിൽ വെച്ച് സ്ത്രീകൾക്ക് നേരെ അധിക്ഷേപം തുടർന്നിട്ടും ഇവർക്ക് സംരക്ഷണം നൽകാതെ നോക്കി നിൽക്കുകയാണ് അവിടെ പോലീസ് ചെയ്തത് എന്നുള്ളതാണ്. ക്രൂരമായ കുറ്റകൃത്യമാണ്. 2021 മാർച്ച് മാസം ഒഡീഷയിൽ നിന്ന് ഡൽഹിക്ക് പോവുകയായിരുന്ന 4 കന്യാസ്ത്രീകൾക്ക് ട്രെയിനിൽ വെച്ച് സമാനമായിട്ടുള്ള രീതിയിൽ അതിക്രമം നേരിടേണ്ടി വന്നിട്ടുണ്ടായിരുന്നു. ഇവരെയും മതപരിവർത്തനം ആരോപിച്ചായിരുന്നു ഒരു സംഘം ബജ്രംഗ് ദൾ പ്രവർത്തകർ ഝാൻസി റെയിൽവേ സ്റ്റേഷനിൽ പിടിച്ചിറക്കി ഭീഷണിപ്പെടുത്തിയത് എന്നുള്ളതാണ്. ഈ കഴിഞ്ഞുപോയ ആഴ്ചയിലാണ് നമുക്കറിയാം ഒഡീഷയിലെ സാമ്പൽപൂരിൽ വെച്ച് ഒരു സംഘം അക്രമികൾ മലയാളി വൈദികരായിട്ടുള്ള ഫാദർ ലീനസ് പുത്തൻ വീട്ടിൽ, ഫാദർ സിൽവിൻ കളത്തിൽ തുടങ്ങിയവരെ കുച്ചിണ്ട ചർവാച്ചിൽ കാർമൽ നികേതൻ ആശ്രമത്തിൽ വെച്ച് അതിക്രൂരമായിട്ട് ആക്രമിച്ച് പരിക്കേൽപ്പിച്ചത് നമുക്കറിയാവുന്നതാണ്. ആക്രമണത്തിൽ പരിക്കേറ്റ വൈദികർ ഇപ്പോൾ കൊച്ചിയിലെ മഞ്ഞുമ്മൽ സെയിൻറ്റ് ജോസഫ് ആശുപത്രിയിൽ ചികിത്സയിലുമാണ്. കൈകളും കാലും കെട്ടിയിട്ട് വായിൽ തുണി തിരുകി കയറ്റി അക്രമികൾ ക്രൂരമായി മർദ്ദിച്ചുവെന്നാണ് വൈദികൻ ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് വെളിപ്പെടുത്തൽ നടത്തിയത്. എന്നാൽ ഇതിനൊക്കെ കാരണം ഈ കൂലിക്കുപ്പായമാണ്. നിങ്ങളുടെ ഈ യൂണിഫോം ഉണ്ടല്ലോ, ഇത് മാറ്റിയാൽ മാത്രം മതി. കാരണം കൂദാശയ്ക്ക് ഉപയോഗിക്കേണ്ട വേഷം അതിനുപയോഗിക്കുക. അല്ലാതെ ആണ്ടിൽ 365 ദിവസവും ഇത്തരത്തിലുള്ള വേഷം കെട്ടി നടക്കേണ്ട ആവശ്യമുണ്ടോ? അത് മഠത്തിലമ്മമാരായാലും പള്ളിത്തന്തമാരായാലും ബിഷപ്പായാലും മെത്രാന്മാരായാലും ആര് അത്തരത്തിൽ വേഷം കെട്ടിയാലും അത് പൂച്ചാണ്ടി വേഷം കെട്ടലായി പോകും. ഈ
പൂച്ചാണ്ടി വേഷം കെട്ടുക എന്ന് കേൾക്കുമ്പോൾ പലർക്കും തോന്നും അതെന്തൊരു വേഷമാണ് എന്ന്. അതായത് ഓരോ പദവികൾക്കും ഓരോ യൂണിഫോമുകളുണ്ട്. അതവരെ തിരിച്ചറിയുന്നതിന് വേണ്ടിയിട്ടുള്ളതാണ്. ആ വേഷങ്ങളും അത് കാലാനുസൃതം പരിഷ്കരിക്കപ്പെടുന്നതുമാണ്. അത് ഓരോ രാജ്യത്തിൻ്റെയും കാലാവസ്ഥയുടെയും ഒപ്പം തന്നെ ഓരോ നാടിൻ്റെയും സംസ്കാരത്തിൻ്റെയും ഒക്കെ അനുസരിച്ചായിരിക്കും. എന്നാൽ ആ നാടിൻ്റെ കാലാവസ്ഥയ്ക്കോ ആ നാടിൻ്റെ സംസ്കാരത്തിനോ ചെയ്യുന്ന ജോലിക്കോ ആ വിഭാഗത്തിന് ആധാരമായിട്ടുള്ള വിശുദ്ധ ഗ്രന്ഥങ്ങളുടെയോ പോലും യാതൊരു അടിസ്ഥാനവുമില്ലാത്ത തരത്തിലുള്ള, അതായത് ഇവരുടെ ശൂന്യതകളെ മറച്ചു പിടിക്കുവാൻ ഉപയോഗിക്കുന്ന ഈ വേഷം കെട്ടുകളെയാണ് ITV ന്യൂസ് പൂച്ചാണ്ടി വേഷം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്നുള്ളതാണ്. സത്യത്തിൽ ക്രിസ്തുവിനെ ചുവന്ന അങ്കി ധരിപ്പിച്ചത് അപമാനിക്കാൻ വേണ്ടിയല്ലേ എന്ന് ചോദിക്കേണ്ടിയിരിക്കുന്നു. ആ പഴയ കയ്യാപ്പാവിൻ്റെയും സന്നദ്ധി സംഘത്തിൻ്റെയും പരീശന്മാരുടെയും ആ പ്രാകൃത വേഷവും ധരിച്ച് ഈ 21-ാം നൂറ്റാണ്ടിലും ക്രിസ്തുവിൻ്റെ പ്രതിപുരുഷന്മാരാണ് എന്ന് പറഞ്ഞു നടക്കുന്നവരെ പൂച്ചാണ്ടികൾ എന്നല്ലാതെ നാം എന്താണ് വിളിക്കേണ്ടത്? അതുപോലെ തന്നെയാണ് മഠത്തിലമ്മമാരും. അവരുടെ വേഷത്തിൽ മാറ്റം വരുത്തിയാൽ മാത്രം മതിയാകും, അടി കുറച്ചേ കിട്ടുകയുള്ളൂ. കാരണം അവരുടെ പ്രാർത്ഥനകൾക്കും പള്ളിയിലെ മറ്റു പരിപാടികൾക്കും മാത്രമാണ് ഇത്തരത്തിലുള്ള യൂണിഫോമുകൾ ഉപയോഗിക്കേണ്ടത്. അതായത് ഈ കൂദാശയ്ക്കും പ്രാർത്ഥനകൾക്കും വേണ്ടി ഉപയോഗിക്കുന്ന വസ്ത്രം, അത് കഴിഞ്ഞ് മതപരിവർത്തനത്തിനോ അല്ലെങ്കിൽ മറ്റു പല ചെറ്റത്തരങ്ങൾക്കും ചിലരെങ്കിലും ദുരുപയോഗപ്പെടുത്തുന്നുണ്ട്. ആദ്യമേ സൂചിപ്പിച്ചതുപോലെ ഏത് മേഖലയിലുള്ളവരാണ് എങ്കിലും അവരുടെ ജോലി സമയത്ത് മാത്രമേ ആ യൂണിഫോം ധരിക്കുകയുള്ളൂ. അത് കഴിഞ്ഞാൽ അവർ അത് മാറ്റി മറ്റു വസ്ത്രങ്ങൾ ധരിക്കുകയാണ് പതിവ് എന്നുള്ളത്. ഇപ്പോൾ നമുക്കറിയാമല്ലോ, നാടക നടന്മാരോ അല്ലെങ്കിൽ ബാലെ ആർട്ടിസ്റ്റുകളോ ഇനി ചവിട്ട് നാടകക്കാരാണെങ്കിൽ അവരോ ആയിക്കോട്ടെ, അത് കഴിഞ്ഞാൽ അവരുടെ വേഷം മാറ്റി വയ്ക്കുകയാണ് പതിവ്. ആ രാജാപ്പാട്ട് വേഷവും കെട്ടി റോഡിലൂടെ നടക്കാറില്ല. എന്നാൽ ആത്മീയ മേഖലയിലെ കോമാളികൾ അങ്ങനെയല്ല. അവർ ഈ പൂച്ചാണ്ടി വേഷവും ധരിച്ചുകൊണ്ടാണ് സകല സമയവും നടക്കുന്നതും സകല പിറപ്പുകേടുകൾ കാണിക്കുകയും ചെയ്യുന്നത് എന്ന് പറയേണ്ടിയിരിക്കുന്നു. അതുകൊണ്ടാണ് ഞങ്ങൾ ഇതിനെ പൂച്ചാണ്ടി വേഷം എന്ന് വിളിക്കുന്നത്. ഇത് ഞങ്ങൾ ആരെയും അപമാനിക്കാൻ വേണ്ടി പറയുന്നതല്ല, ചില യാഥാർത്ഥ്യങ്ങൾ പങ്കുവച്ചു എന്ന് മാത്രം. കാരണം ഇതൊന്നും അറിയാതെ പോകുന്ന അടിമകളുടെ മനസ്സിൽ എന്തെങ്കിലും ഒരു വെളിച്ചം കയറട്ടെ എന്നുള്ള ചില യാഥാർത്ഥ്യങ്ങൾ, ആ യാഥാർത്ഥ്യങ്ങൾ പങ്കുവയ്ക്കുന്നു എന്ന് മാത്രം. മതപരിവർത്തനം നടത്തുന്നവർക്ക് വധശിക്ഷ നൽകുവാൻ കൊണ്ടുവരുന്ന നിയമ ഭേദഗതിയെ ഭയത്തോടെയാണ് ന്യൂനപക്ഷങ്ങൾ ഇപ്പോൾ നോക്കിക്കാണുന്നത്. ജനസംഖ്യയിൽ കേവലം 2% മാത്രമുള്ള ക്രിസ്ത്യാനികളെ ലക്ഷ്യം വെച്ച് മധ്യപ്രദേശും തൊട്ടുപിന്നാലെ അരുണാചലും കൊണ്ടുവരുന്ന നിയമനിർമ്മാണത്തെക്കുറിച്ച് ക്രൈസ്തവ സമൂഹം എങ്ങനെ പ്രതികരിക്കണമെന്ന് പോലും അറിയില്ല. ഭരണഘടന ഉറപ്പു നൽകുന്ന അവകാശങ്ങളും സ്വാതന്ത്ര്യങ്ങളും നിഷ്കരണം ചവിട്ടി മെതിക്കുവാൻ മധ്യപ്രദേശിലെ BJP സർക്കാർ തുനിഞ്ഞിറങ്ങുന്നു എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. മധ്യപ്രദേശിൻ്റെ ചുവട് പിടിച്ച് അരുണാചൽ പ്രദേശിലും കടുത്ത വ്യവസ്ഥകൾ ഉൾപ്പെടുത്തി നിയമം നടപ്പാക്കാനാണ് പോകുന്നത് എന്നുള്ളതാണ്. പ്രേമ ഖണ്ഡുവിൻ്റെ നേതൃത്വത്തിലുള്ള BJP സർക്കാരിൻ്റെ തീരുമാനമെന്ന് പറയപ്പെടുന്നത് അങ്ങനെയാണ്. ബലപ്രയോഗത്തിലൂടെയോ പ്രലോഭനങ്ങളിലൂടെയോ വഞ്ചനാപരമായ മാർഗങ്ങളിലൂടെയോ മതപരിവർത്തനം തടയുന്നതാണ് അരുണാചലിലെ പുതിയ നിയമം. വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളായിട്ടുള്ള നാഗാലാൻഡ്, മിസോറാം, മണിപ്പൂർ, അരുണാചൽ പ്രദേശ് എന്നിവിടങ്ങളിൽ ഗണ്യമായിട്ടുള്ള ക്രൈസ്തവ ജനസംഖ്യയുമുണ്ട്. അവിടങ്ങളിലും വലിയ മാറ്റം വരും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. രാജ്യത്ത് ക്രൈസ്തവ പീഡനങ്ങൾ ഭയാനകമാം വിധം വർദ്ധിക്കുന്നതായി യുണൈറ്റഡ് ക്രിസ്ത്യൻ ഫോറത്തിൻ്റെ കണക്കുകൾ വ്യക്തമാക്കുന്നുണ്ട്. നരേന്ദ്രമോദി പ്രധാനമന്ത്രിയായി അധികാരമേറ്റ 2014 മുതൽ ഹിന്ദുത്വ ശക്തികൾ ക്രൈസ്തവ വേട്ട തുടരുകയാണ്. ഉത്തർപ്രദേശിൽ മാത്രം ഏകദേശം 2020 നവംബർ മുതൽ 2024 ജൂലൈ 31 വരെ മതപരിവർത്തനം ആരോപിച്ച് പോലീസ് 835-ലധികം FIR-കൾ രജിസ്റ്റർ ചെയ്യുകയും 1682 പേരെ അറസ്റ്റ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. കഴിഞ്ഞ 10 വർഷത്തിനിടയിൽ ക്രൈസ്തവർക്ക് നേരെ 4316 അക്രമ സംഭവങ്ങൾ നടന്നതായാണ് UCF പുറത്തുവിട്ട ഡാറ്റ വ്യക്തമാക്കുന്നത്. ഇനിയുമുണ്ട് ഈ ഒഡീഷയെ ലോകത്തിന് മുന്നിൽ കുപ്രസിദ്ധിയിലേക്ക് എത്തിച്ച മറ്റൊരു അതിക്രമം നടന്നത് AB വാജ്പേയി പ്രധാനമന്ത്രിയായിരുന്ന കാലത്തായിരുന്നു. 1999 ജനുവരി മാസം 23-നാണ് ഗ്രഹാം സ്റ്റെയിൻസ് എന്ന ഓസ്ട്രേലിയൻ മിഷണറിയെയും 2 മക്കളെയും ഈ കഞ്ചാർ ജില്ലയിലെ മനോഹർപൂർ ഗ്രാമത്തിൽ ഇതേ പറയുന്ന ബജ്രംഗ് ദൾ പ്രവർത്തകർ തന്നെ അന്ന് ചുട്ടരിച്ചത്. രാത്രിയിൽ വാഹനത്തിലിട്ടാണ് സംഘപരിവാർ ശക്തികൾ ഇദ്ദേഹത്തെയും മക്കളെയും കൊന്നുതള്ളിയത്. മതപരിവർത്തനം നടത്തുന്നു എന്ന് ആരോപിച്ചാണ്
ഈ കടുങ്കൈ ചെയ്തത്. ദിവസങ്ങളോളം നീണ്ട ഇത്തരത്തിലുള്ള ക്രിസ്ത്യൻ വേട്ട മറക്കാനാവാത്ത ദുരന്തമാണ്. ക്രൈസ്തവ വിശ്വാസികൾക്ക് എതിരെ ഹിന്ദുത്വ ശക്തികൾ കൂട്ടക്കൊലയും തീവെപ്പും കൊള്ളയും നടത്തിയത് ഉണങ്ങാത്ത മുറിവായി അവശേഷിക്കുമ്പോഴാണ് തൊട്ടടുത്ത് തന്നെ ഇപ്പോഴത്തെ ഈ കന്യാസ്ത്രീകൾക്കെതിരെയുള്ള ഈ അതിക്രമം നടക്കുന്നത്. അതുകൊണ്ട് ഞങ്ങൾക്ക് പറയാനുള്ളത് ഇത്ര മാത്രമാണ്: ഇത്തരത്തിലുള്ള അക്രമങ്ങൾ ഒന്നും തന്നെ ഒരിക്കലും ശാശ്വത പരിഹാരമല്ല. ആരെയും തല്ലിയും കൊന്നും കൊള്ളിവയ്പ് നടത്തിയും ഒരു നേട്ടവും നേടിയെടുക്കാനാകില്ല. തല്ലിച്ചതയ്ക്കുന്നതും ആക്രമിക്കുന്നതും എന്തിൻ്റെ പേരിലാണെങ്കിലും അത് തെറ്റാണ്. അതിന് ഏത് രാജ്യം ഭരിക്കുന്ന പാർട്ടിയാണെങ്കിലും ശരി, ആരെയും തല്ലാനും കൊല്ലാനും ഈ ബജ്രംഗ് ദൾ പ്രവർത്തകർക്കോ അല്ലെങ്കിൽ സംഘപരിവാറുകാർക്കോ യാതൊരു വിധത്തിലുമുള്ള പ്രത്യേക അധികാരമോ അവകാശമോ ഇല്ല എന്ന് പറയട്ടെ. ഭാരതത്തിലെ എല്ലാ പൗരന്മാർക്കും ഇവിടെ ജീവിക്കുവാനുള്ള അവകാശവും അതിനുള്ള സ്വാതന്ത്ര്യവുമുണ്ട്. അതുകൊണ്ട് തന്നെ അവരെ മതപരിവർത്തനത്തിൻ്റെ പേരിൽ ഇങ്ങനെയല്ല ശിക്ഷിക്കേണ്ടത്. ഇങ്ങനെ മതപരിവർത്തനം നടത്താൻ ഇറങ്ങി പുറപ്പെടുന്നവരോട് അല്ലെങ്കിൽ ശ്രമിക്കുന്നവരോട് തന്നെ ഒന്നേ പറയുവാനുള്ളൂ: നിർത്തുക ഈ നാറിയ പരിപാടി. അവരവർക്ക് ഇഷ്ടമുള്ള ജീവിത രീതിയിൽ ജീവിക്കുവാൻ അവരെ അനുവദിക്കുക. i2i News, an eye for truth. i2i News സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടണും അമർത്തുക.